ഹായ് ഹലോ. ഇന്നാണ് അമ്പാടിമോന് സ്കൂളില്ലായിരുന്നേ. ABVPയുടെ സ്ട്രൈക്കായിരുന്നു കേട്ടോ. അതുകൂടാതെ രാജേഷേട്ടനും ഇല്ലാത്തൊരു ദിവസമായിരുന്നേ. അങ്ങനെ ഞാനും അമ്പാടിമോനും ആമിപ്പൊന്നും കൂടെ കേട്ടോ ഉച്ചയ്ക്ക് അമ്പാടിമോനെയും കൊണ്ട് ട്യൂഷന് പോയത്. എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലാണ് ട്യൂഷൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ 3 മണിക്കായിരുന്നു ട്യൂഷൻ കേട്ടോ. അപ്പോൾ ആമി കുഞ്ഞില്ല 2:30 സമയത്ത് ഉറങ്ങുന്നത് കൊണ്ട് ഞാനാണെങ്കിൽ ഇച്ചിരി നേരത്തെ പോയേ. അപ്പോൾ കുഞ്ഞിന് ഇച്ചിരി നേരം താണ്ട് ഈ കുഞ്ഞുമായിട്ട് കളിക്കാനാണേ ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി 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 എന്നും പറഞ്ഞ് നടക്കും കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടമാണ് അവൾക്ക് അവളെ. ഇവിടെ ആണെങ്കിൽ അങ്ങനെ പെൺപിള്ളേരില്ലല്ലോ, അപ്പോൾ കൂടുതലും ആൺപിള്ളേരല്ലേ കാണുന്നത് അവൾ. അപ്പോൾ ഈ പെൺപിള്ളേരെ കാണുമ്പോഴത്തേക്കിനും ഒരു പ്രത്യേക ഇഷ്ടമാണ് അവൾക്ക്. അങ്ങനെ ട്യൂഷൻ ടീച്ചർ വന്നു കഴിഞ്ഞ് ട്യൂഷൻ ടീച്ചർ കയറി കഴിഞ്ഞിട്ടാണ് ഞാൻ ആമിപ്പൊന്നിനെ ഉറക്കുന്നത് കേട്ടോ. അങ്ങനെ ആമിപ്പൊന്നിനെ ഉറക്കി ഞങ്ങളാണെങ്കിൽ അവിടെ നിന്ന് ചായയും കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വന്നേ. ഇന്ന് ആമിക്കുട്ടിക്ക് ഞങ്ങളൊരു ചലഞ്ച് കൊടുക്കാൻ പോവാണേ. എന്തോ ആമിക്കുട്ടി ചലഞ്ച്? ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കണം ആമിക്കുട്ടി കേട്ടോ. അല്ലേ ആമിക്കുട്ടി അറേഞ്ച് ചെയ്ത് വെക്കുവോ? അപ്പൊ നോക്കാം. ഇത് കൊള്ളാക്കട്ടെ. ഓക്കെ, റെഡിയാണോ? റെഡി എന്ന് പറ. ഓക്കെ, റെഡിയാണേ. അപ്പൊ ഞാൻ ഇങ്ങനെ ഷഫിൾ ചെയ്ത് ഇടുവാണേ. ഓക്കെ. ഇനി ഇട്ടോ. അതെവിടെ ഇടണ്ടേ? ഗുഡ് ഗേൾ. അമ്മ എന്താ ഇടണ്ടേ? ഇനി അതെവിടെ ഇടണ്ടേ? ഓക്കേ. അതിനി എവിടെ ഇടണ്ടേ? ഇട്ടോ എനിക്കറിയത്തില്ല. എവിടെ ഇടണ്ടേ? ഇനി എവിടെ ഇടണ്ടേ? ഗുഡ് ഗേൾ. പിന്നെന്ത് വരുന്നു? സാരില്ല. ഇനി എന്താ ഇടണ്ടേ? ഗുഡ് ഗേൾ. അപ്പൊ എത്ര മിനിറ്റ് കൊണ്ട് തീർക്കും നമ്മള്? റെഡ് കളർ ഇട്ട്. ഓക്കെ, ഇട്ടോ. സാരമില്ല, പോട്ടെ. ഒരെണ്ണം ഇല്ല കേട്ടോ, മിസ്സായിക്കോണെ. അതാ ഈ തിരക്കുന്നത് ആള്. സാരമില്ല, പോട്ടെ. കണ്ടില്ല. അതിനി എവിടെ ഇടണ്ടേ? അതവിടാണോ ഇടണ്ടേ? ഇനി ഏതാ ഇടണ്ടേ? അതവിടാണോ? എല്ലാം റെഡിയായി. എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ. ബാക്കി എല്ലാത്തിന്റെയും പീസ് ഉണ്ടെന്ന് തോന്നുന്നു. ഒരെണ്ണത്തിന്റെ പീസ് എവിടെ കൊണ്ട് കളഞ്ഞേ? അതെല്ലാം ഉണ്ട്. ഇനി എന്ത് ചെയ്യേ? ഫിനിഷ് ചെയ്തു. ഗുഡ് ഗേൾ. വരുമ്പോ തന്നെ ഇനി എന്തോ പരിപാടി? ഇനിയും ചെയ്യുവാണോ? അപ്പോൾ ആവുമ്പൊന്നുമായിട്ട് എന്തെങ്കിലും മൂഡൗട്ടായിട്ടിരിക്കുമ്പോൾ രാജേഷേട്ടൻ വന്നില്ലല്ലോ, അതിൻ്റെ മൂഡൗട്ടിൽ തീർക്കാനാണ് കേട്ടോ ഈ പരിപാടി ഞാൻ ചെയ്തത്. എന്തോ ആണെങ്കിലും ആൾ അതിൽ പെട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറേ നേരം അതുമായിട്ടൊക്കെ ഇരുന്ന് കളിച്ചിട്ട് നേരെ രാത്രിയിലത്തെ ഫുഡ് കൊടുത്തേ. രാത്രിയിലത്തെ ഫുഡും കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിനുമാണ് രാജേഷേട്ടൻ വരുന്നത്. അപ്പോഴത്തേക്കിനും ആൾ നല്ല രീതിയിൽ ഹാപ്പിയായി കേട്ടോ. ഈ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് നമ്മുടെ ഈ ടർക്കി കുറേ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ നൂല് പൊങ്ങുമല്ലോ. പുള്ളിയുടെ വിചാരം അത് ഉറുമ്പാന്നാണേ. അതിനെ പിടിക്കാനുള്ള തന്ത്രപ്പാടായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇതേണ്ട ആ ചൊറിയുന്നത് കണ്ടോ? അത് ഉറുമ്പ് കടിക്കുന്നെന്നാ പറയുന്നത്. ഉറുമ്പ് കടിച്ച് അവൾക്ക് ചൊറിച്ചിൽ വരുമെന്നാ പറയുന്നത്. അപ്പോൾ അതെല്ലാം നുള്ളി എടുക്കാനാണ്. ഞാൻ എത്ര നേരമൊന്നും പറഞ്ഞ് നുള്ളാനാ അതാണ് ഈ ടർക്കി വിരിച്ചാണ് ഞാൻ അവളെ കിടത്തുന്നത്. നമ്മൾ കിടക്കുന്ന ബെഡ്ഷീറ്റ് കിടത്തണ്ടാലോ എന്ന് വിചാരിച്ചാൽ അവൾക്ക് സെപ്പറേറ്റ് ഒരു ടർക്കിയും കൂടെ വിരിച്ചാണ് കിടത്തുന്നത്. ഇതിപ്പോൾ എനിക്ക് തൊല്ലയായ എല്ലാ ലക്ഷണവും ഉണ്ട്. അത് മിക്കവാറും എന്നെ കൊണ്ട് അവൾ മൊത്തത്തിൽ ഞാൻ പേർക്കേണ്ടി വരും ഗൈസ്. അങ്ങനെ ഈ കലാപരിപാടി കുറച്ച് ഏറെ നേരം നീണ്ടു നിന്നെന്ന് തന്നെ പറയാവേ. പിന്നെ അതുകൂട്ട് തന്നെ വേണ്ട ആ രണ്ട് കൈ നനഞ്ഞിരിക്കുന്നത് കൊണ്ടോ ആ പേപ്പർ സോപ്പുമായിട്ടുള്ള ഒരു കളി നടന്നതാണ് രാത്രിയിൽ. കാരണം രാജേഷേട്ടൻ വരാൻ താമസിച്ചല്ലോ, അതിൻ്റെ ഒരു മൂഡ് ഓഫിലായിരുന്നു ആൾ. അപ്പോൾ ആളിനെ സന്തോഷിപ്പിക്കാൻ അപ്പോൾ ആ തരം കിട്ടാൻ വേണ്ടിയിട്ട് ആൾ നമ്മളെ അങ്ങ് മുതലെടുക്കുവേ. അപ്പോൾ അതിൻ്റെ പേരിൽ ആ പേപ്പർ സോപ്പ് ഇട്ട് കളിച്ചതാണ് കേട്ടോ. ലാസ്റ്റ് പിന്നെ അത് ഊരാനുള്ള തന്ത്രപ്പാടായിരുന്നു എനിക്ക്. കാരണം ഒരു വിധത്തിൽ അവൾ സമ്മതിക്കത്തില്ല അത് ഊരാൻ.
രാത്രിയിൽ തണുപ്പുള്ളത് കൊണ്ട് സ്വെറ്ററും കൂടെ ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ആ നനഞ്ഞ പഴുതി കിടക്കുന്നത് ശരിയല്ലല്ലോ. രാജേഷേട്ടന് പിന്നെ അവളെ ചാക്കിലിടാൻ ഒരു പ്രത്യേക കഴിവുണ്ട്. അവളുടെ രീതിക്ക് നിന്നിട്ട് അവളെ ഇണക്കി കൊണ്ടുവരുവേ. എനിക്ക് അത്രയും വലിയ ക്ഷമയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. രാജേഷേട്ടൻ്റെ അത്രയും ക്ഷമ എനിക്കില്ലേ. അങ്ങനെ ഒരു വിധത്തിൽ അതെല്ലാം മാറി സ്വെറ്റർ ഇട്ടാ കേട്ടോ ഞങ്ങൾ ചാച്ചി ഉറങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളായിരുന്നേ. ഞങ്ങളുടെ ഈ കൊച്ചു ചാനൽ ഇഷ്ടപ്പെട്ടവർ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ടും ചെയ്യണേ. കമൻറ്റും ഇട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാവേ. അതുവരേക്കും ടാറ്റാ.